അതിൽ വിശ്വാസമുള്ളവർക്കാണെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ഗുണമുണ്ട്. അതുപോലെ പരിഹാര മാർഗ്ഗങ്ങൾ പലതും ഉണ്ട്. താല്പര്യമില്ല, അത് മറ്റുള്ളവർ അറിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ സൂര്യൻ എന്ന് പറഞ്ഞാൽ തപനനാണ്, എനർജി സോഴ്സാണ്, തപനനാണ്, കത്തുന്ന ആൾ. ഓക്കെ, ശരി എന്ന് പറഞ്ഞാൽ നമ്മൾ കാറ്റായിട്ട് കാണും. അപ്പോൾ തീയും കാറ്റും കൂടി ചേർന്നാൽ സാർ കൺസൾട്ടേഷൻ എടുക്കുന്ന ആളല്ലേ, അപ്പോൾ ഒരുപാട് പേര് ഒത്തിരി പ്രശ്നങ്ങളുമായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പേര് പറയുന്നത് എന്ത് പ്രശ്നമാണ്? ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്തായിട്ട് വരുന്നത് ഒന്ന് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ ജോബിൻ്റെ പ്രശ്നങ്ങളും, ജോബ് പോകുന്ന ലോസിങ് ജോബ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതുകൂടാതെ ഡൈവേഴ്സ് കേസുകൾ വളരെയധികം വരുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത്. എന്താ വെച്ചാൽ ശരിക്കും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇല്ല എന്നുള്ളത് തന്നെയാണ് വളരെ നമുക്ക് പറയാൻ പറ്റുന്നത്. പണ്ട് കാലത്ത് എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കോംപ്രമൈസ് വളരെയധികം ചെയ്യാറുണ്ട്. അത്രയധികം ചെയ്യണം നമുക്ക് ഫോഴ്സ് ചെയ്യാനും പറ്റില്ല. എന്താ വെച്ചാൽ പണ്ടത്തെ സാഹചര്യം ഇന്നത്തെ സാഹചര്യം വ്യത്യാസമാണ്. പണ്ടെന്ന് വെച്ചാൽ 7, 8, 10 ഒക്കെയാണ് മക്കൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരുപാട് മക്കൾ. ഇപ്പോഴും 1ഉം 2ഉം കുട്ടികളാണ്. അപ്പോൾ അവർ വളരെ ഫ്രീഡത്തോടെ ജീവിച്ച ആൾക്കാരാണ്. അവർ ഒന്നിനും ഒരു ഫോഴ്സ്ഫുള്ളായിട്ട് ഒന്നും അവർ ചെയ്യില്ല. അവരെ ഇഷ്ടപ്രകാരം കുറേയൊക്കെ അവർക്ക് നമ്മൾ ഫ്രീഡം കൊടുക്കാതെ ആവില്ല. അതൊക്കെയാണ് അതിൻ്റെ ഒന്നാമത്തെ കാരണം. പിന്നെ അതിലും ഒരുപാട് കേസുകൾ ശരിക്കും കൗൺസിലിങ്ങും ചെയ്യാറുണ്ട്. അപ്പോഴെന്ന് വെച്ചാൽ ഇപ്പോൾ സാധാരണയിൽ തന്നെ ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർക്കിപ്പോൾ പല ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ അതിൽ ഒരാൾ അമ്പലത്തിലോ പള്ളിയിലോ പോകാൻ താല്പര്യമുള്ളതായിരിക്കും, പക്ഷേ മറ്റേയാൾക്ക് പോകേണ്ടത് സിനിമക്കായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഒരാൾ മറ്റേയാളുടെ കൂടെ അമ്പലത്തിലോ പള്ളിയിലോ പോകണം, അതുപോലെ മറ്റേയാളുടെ കൂടെ സിനിമക്കും പോകണം. എന്ന് വെച്ചാൽ അന്യോന്യം നമ്മൾ എന്താ പറയുക, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നീങ്ങണം, അല്ലാതെ നടക്കില്ല. അതുപോലെ ഈ സാധാരണഗതിയിൽ ഇപ്പോൾ വൈഫ് വർക്ക് ചെയ്യാത്ത സ്ഥലത്താണെങ്കിൽ ഹസ്ബൻഡ് 6 ദിവസം വർക്ക് ചെയ്യുന്നു. നോർമലി 5 ഡേയ്സ് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. ജനറലി 6 തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഇന്ത്യയിൽ കൂടുതൽ അല്ലേ. അപ്പോൾ 6 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം 7ാമത്തെ ദിവസം വീട്ടിൽ ഒന്ന് കിടന്നുറങ്ങണം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇരിക്കുകയോ കിടക്കുകയോ ജോളിയാക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും ഈ 6 ദിവസം വർക്ക് ചെയ്യുന്നതുകൊണ്ട്. പക്ഷേ വൈഫിന് അതല്ല. വൈഫ് ഈ 6 ദിവസവും ജോലിക്ക് പോകാത്ത വൈഫാണെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കി വീട്ടിലെ പണിയൊക്കെ ചെയ്ത് വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. അവർക്ക് വീക്കിലി ഒരു ദിവസം പുറത്തേക്ക് പോകണം. അപ്പോൾ അതിനുള്ള ഒരു സംവിധാനം കണ്ടെത്തു തന്നെ വേണം. ഒന്നുമില്ലെങ്കിൽ ഒരു ദിവസം ലീവ് എടുക്കണം, അല്ലെങ്കിൽ ഇല്ല ദിവസം തന്നെ ഹാഫ് ഡേ എങ്കിലും പുറത്ത് പോകാനോ കറങ്ങാനോ. പിന്നെ മാത്രമല്ല ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ശരിക്കും വളരെ പ്രധാനപ്പെട്ടതാണ് ലൈഫിൽ. ടൂർ പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ അതിൽ വർഷങ്ങളായിട്ട് ഡോക്ടേഴ്സ് തന്നെ ഇപ്പോൾ ഈ പ്രഗ്നൻസി പീരീഡിൽ ചിലവർ വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടാവാറില്ലേ, അതിന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ടൂറാണ്. ടൂർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒന്നെന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്ന പരിസ്ഥിതിയിൽ നിന്ന് നമ്മളെ സ്ഥിരമായിട്ടുള്ള ആ ഒരു ഹാള്, ബെഡ്റൂം, നമ്മൾ ആ ഒരു സെറ്റപ്പില്ലേ പുറത്തേക്ക്, അതിൽ നിന്നൊരു മാറ്റം, ഒരു ചേഞ്ച്, വേറൊരു സ്ഥലത്ത് പോയിട്ട് ഒരു ദിവസം താമസിക്കലോ, അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലെ ടേസ്റ്റ്, ഒരേ ടേസ്റ്റ്, ആ ടേസ്റ്റ് മാറിയിട്ട് ഫുഡ് കഴിക്കുക, അതൊക്കെയാണ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അതുപോലെ അത് ഫാമിലി ലൈഫിലും ശരിക്കും പറഞ്ഞാൽ വളരെയധികം പ്രാധാന്യമുണ്ട് അതിന്. പക്ഷേ എപ്പോഴും ജോലി ചെയ്തു പൈസ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ലഞ്ച് കഴിക്കുന്നു, ഡിന്നർ കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, വീണ്ടും ബ്രഷ്, ഇങ്ങനെ ഒരു യന്ത്രം പോലെയാണ് നമ്മൾ പോകുന്നത്. അതിലൊന്നുമില്ല നമുക്ക് എന്തെങ്കിലും ഒരു എൻജോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. സംസാരിക്കാൻ വരെ സമയമില്ല പല കാര്യങ്ങളും. ഒരു 15-20 മിനിറ്റ്സ് എല്ലാം സംസാരിക്കാത്ത ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുപാട് ആൾക്കാർ നമ്മളെ ചുറ്റുമുണ്ട്. അതെല്ലാം നമുക്ക് അതുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്തേ മനസ്സിലാവുമല്ലോ. അതുപോലെ അരമണിക്കൂർ ചൊടിച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇണങ്ങുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ഒരു മാസത്തേക്കും ഇപ്പോൾ എൻ്റെ ഒരു ക്ലയൻറ്റ് പിന്നെ വെച്ചാൽ 2 ആഴ്ച മുമ്പേ സംസാരിച്ചാണ്. അവർ ഡോക്ടറാണ്, രണ്ടുപേരും. അവർ 3 മാസമായി സംസാരിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ബന്ധങ്ങൾ പോകുന്നത്. അതിപ്പം ഒരു കേസല്ല, ഞാനിപ്പോൾ പെട്ടെന്ന് എടുത്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. ഇപ്പം ഇത്തരത്തിലുള്ള ഇപ്പോൾ ശരിക്കും ഒരു ജ്യോതിഷനെ സമീപിക്കുന്നത് ഒരു ലാസ്റ്റ് ഓപ്ഷൻ, എല്ലാ വഴിയും അടഞ്ഞു കഴിഞ്ഞ ഒരു ഗതിയില്ലാണ്ടാവുന്ന സമയത്താണ് ഈ ഒരു ദൈവം എന്നൊരു വഴിയിലേക്ക് വരുന്നത് എല്ലാവരും. അപ്പോൾ ആ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് എന്താ പരിഹാരം സാർ പറയാറുള്ളത്? സാധാരണ ശരിക്കും നല്ല കൗൺസിലിംഗ് ചെയ്താൽ തന്നെ അതിന് ഗുണം ഉണ്ടാവും. ഞാനും കൗൺസിലിംഗ് ചെയ്യാറുണ്ട്. വശ്യം എന്നൊരു അതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അതൊക്കെ അതിൽ വിശ്വാസമുള്ളവർക്കാണെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ഗുണമുണ്ട്. അതുപോലെ പരിഹാര മാർഗ്ഗങ്ങൾ പലതും ഉണ്ട്. നമുക്ക് അത് ഒരു ടോക്ക് ഷോയിൽ പറയേണ്ട ഒരു സംഭവമല്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പാർട്ടി വന്നു കഴിഞ്ഞാൽ അത് ഡിപ്പെൻസ്, അവർ എങ്ങനെയാണ് അതിനോട്, അവരുടെ താല്പര്യം എങ്ങനെയാണ്, അവർക്ക് കൂടുതൽ വിശ്വാസമുള്ള ആളാണോ, അതുപോലെ എന്ത് ചെയ്യാൻ പറഞ്ഞാലാണ് കൂടുതൽ. ചിലവർ പറയും എനിക്കതിൽ വിശ്വാസമാണ്, പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് ചെയ്യുന്നത് താല്പര്യമില്ല, അത് മറ്റുള്ളവർ അറിഞ്ഞാൽ പ്രശ്നമാണ്.
എന്നുവെച്ചാൽ പല പ്രശ്നങ്ങളുണ്ട്. വെച്ചാൽ പല മതത്തിലുള്ള ആൾക്കാർ, അതുപോലെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാർ, അവർക്കൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ അവർക്ക് താല്പര്യവും വിശ്വാസവും ഉള്ളവരുണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് അവർക്ക് മാറ്റി ചെയ്യേണ്ടി വരും. അതൊക്കെയാണ് അതിൻ്റെ വ്യത്യാസം. ഇപ്പോൾ ഈ ഒരു വിശ്വാസം ഇല്ലാത്ത ഭർത്താവിന് വേണ്ടിയിട്ടൊരു ഭാര്യ വഴിപാട് ചെയ്യുക, അല്ലെ, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫലം കിട്ടുമോ? അതും അതെ, നമ്മൾ അവരുടെ മനസ്സിൻ്റെതാണത്. പിന്നെ മാത്രമല്ല പലതും നമ്മൾ ചെയ്യുന്നത് എല്ലാ വഴിപാടുകളും നമ്മൾ അതിൻ്റെ ഒരു ഗുണഫലം കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ഛിച്ചിട്ടും ആഗ്രഹിച്ചിട്ട് തന്നെ ചെയ്യുന്നതാണത്. അപ്പോൾ പലപ്പോഴും കിട്ടും, പലപ്പോഴും ചില സമയത്ത് കിട്ടാതിരിക്കുകയും ചെയ്യും. അത് ഈ പറഞ്ഞ പോലെ തന്നെ യോഗഭാഗ്യം എന്ന് പറഞ്ഞ പോലെയാണത്. പിന്നെ മാത്രമല്ല ഇപ്പോൾ സ്ഥിരമായിട്ട് ഡ്രിങ്ക്സ് കഴിച്ചിട്ട് വളരെ ഡ്രിങ്ക്സ് കഴിക്കാത്തവരിപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് വളരെ കുറേ കാണാൻ പറ്റും. പക്ഷേ കഴിച്ചിട്ട് തന്നെ വളരെ വയലൻ്റ് ആയിട്ടുള്ള ആൾക്കാരും വീട്ടിൽ ഫാമിലി ഇഷ്യൂസ് ഉള്ള ആൾക്കാരും അങ്ങനെയൊക്കെ ഉണ്ട്. അതിനിപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിന് ചെയ്യാൻ പറ്റുക? സയൻറ്റിഫിക്കായിട്ട് എന്താ ചെയ്യാൻ പറ്റുമോ? അതിന് എവിടെയും അഡ്മിറ്റ് ചെയ്തിട്ട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതൊരു ശരിയായിട്ടുള്ള മെത്തേഡൊന്നും പറയാൻ പറ്റില്ല. അതിനൊന്നും അതുപോലെ ഡ്രഗ്സ് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതിന് ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് അവർ നമ്മളെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചില സമയത്ത് തിരിച്ച് വന്നിട്ട് വീണ്ടും അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു വരില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യുന്ന അത്ര കേസുകളുണ്ട്. പക്ഷേ അതെല്ലാം അവരവരെ മനോധർമ്മം പോലെ. ഇപ്പോൾ ഒരാളും ഡീൽ ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് ഒരു അസുഖം പറയുമ്പം അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നല്ല വേറെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അതുപോലെ ടെസ്റ്റുകളും അതെ, അത് ഡിപ്പെൻസ് ഇല്ലേ. അതുപോലെ തന്നെ ജ്യോതിഷ പോയി കഴിഞ്ഞാലും ജ്യോതിഷരും ഇന്ന സ്ഥലത്ത് ഇന്ന വഴിപാട് ചെയ്യണമെന്ന് ഒരു ജ്യോതിഷർ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാൾ വേറെ തരത്തിൽ ചിലപ്പോൾ പറയാനുള്ള സാധ്യതയുണ്ട്. അവരവരെ ഇതുപോലെയാണത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് ഒരു ജാതകത്തിൽ ജന്മന വരുന്ന ഒരു നിയോഗമാണോ ശരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ചെന്നപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇത്തരത്തിലായി പോകുക എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുമോ മുൻകൂട്ടി? കുറേയൊക്കെ അങ്ങനെ വരാറുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ വിവാഹ ജീവിതത്തിലാണെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ സ്ത്രീയുടെയോ പുരുഷൻ്റെയോ അവരുടെ ലഗ്നം സൂര്യൻ്റെ സ്വക്ഷേത്രത്തിൽ, അതായത് ചിങ്ങരാശി, എലിയോ സിംഹരാശി, അതിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് 7th ഹൗസ് എന്ന് പറയുന്നതാണ് നമ്മുടെ പിന്നെ ഭർത്താവിൻ്റേതോ അല്ലെങ്കിൽ ഭാര്യയുടെയോ രാശിയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആ 7th രാശി ഓട്ടോമാറ്റിക്കായിട്ട് ഈ ചിങ്ങരാശി വരുമ്പോൾ കുംഭരാശിയാണ് വരിക. 7th രാശി 7th രാശി കുംഭരാശി വരുമ്പോൾ ഒന്ന് കുംഭം എന്ന് പറഞ്ഞാൽ കുടം, കുടം എന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻട്രോവേർട്ടായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളിൽ ഒതുങ്ങിയതിലാണ് അത് വരിക. ഇപ്പോൾ കുംഭരാശിയിൽ ജനിച്ചവരോ അല്ലെങ്കിൽ കുംഭലഗ്നം ഉള്ളവരെ പറയും കുറച്ച് ഇൻട്രോവേർട്ടായിരിക്കുന്നു, ലിമിറ്റഡ് ഫ്രണ്ട് സർക്കിളായിരിക്കും, അതൊക്കെയാണ് പറയുക. എല്ലാവരോടും എല്ലാ സംസാരം തുറന്ന് പറയുന്ന ടൈപ്പ് ആയിരിക്കില്ല. ഇപ്പോൾ എന്ത് കാര്യങ്ങളാണെങ്കിലും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ടെൻഷനോ പരാതികളോ ആണെങ്കിലും ഷെയർ ചെയ്യാൻ തയ്യാറാവില്ല എന്നർത്ഥം. അതാണ് പറയുക. അപ്പോൾ ഈ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞത് ഇപ്പോൾ സിംഹരാശിയിൽ നിന്ന് 7th ഹൗസ് കുംഭരാശി വരുമ്പോൾ അത് ശനിയാണ്. അവിടെ ശനിയാണ് അധിപൻ അതിൻ്റെ കുംഭരാശിയുടെ. അപ്പോൾ ഇവിടെ സൂര്യൻ എന്ന് പറഞ്ഞാൽ തപനനാണ്, എനർജി സോഴ്സാണ്, തപനനാണ്, കത്തുന്ന ആൾ. ഓക്കെ, ശനി എന്ന് പറഞ്ഞാൽ നമ്മൾ കാറ്റായിട്ട് കാണും. അപ്പോൾ തീയും കാറ്റും കൂടി ചേർന്നാൽ ആളിക്കത്തുന്നൊരു സംഭവമാണ്. അത് വലിയൊരു പെർസെൻറ്റേജ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് സയൻസ് അല്ല, നമുക്ക് കൃത്യമായിട്ട് അതിന് ഗ്രാഫ് വരക്കും പെർസെൻറ്റേജ് പറയാനും. പക്ഷേ എങ്കിലും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു 90-95% ഒക്കെ വന്നിട്ടുണ്ട്. ഇന്നലെ വന്ന പാർട്ടിയുടെ വരെ അത് തന്നെയാണ് കറക്റ്റ് സംഭവിച്ചിട്ടുണ്ട്. അത് നമുക്ക് മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റുമെന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ പലപ്പോഴും ഈ പല കാര്യങ്ങളും ഇപ്പോൾ ജാതകത്തിൽ മോശം സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതുപോലെ ഇങ്ങനെയുള്ള ടെൻഡൻസി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ചെയ്യാൻ പറ്റും. വിധീന ഫേറ്റിനെ മറികടക്കാനോ മാറ്റിമറിക്കാനോ ഇല്ലാതാക്കാനോ ആർക്കും പറ്റില്ല. അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ ചെയ്യുക എന്താ വെച്ചാൽ നമ്മളിപ്പോൾ കുട്ടികളല്ലെങ്കിൽ വലിയവർ തന്നെ ഒരു വഴിക്ക് കൂടെ പോകുമ്പോൾ നമ്മുടെ നാട്ടും പുറത്താൻ പറ്റും അതിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണേ, വഴുക്കി വീഴാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കയറിയും വീഴാനുള്ള സാധ്യത 99% കുറഞ്ഞു, വീഴില്ല. എന്താ വെച്ചാൽ അത് മനസ്സിലുണ്ട്. അതുപോലെ ഇങ്ങനെയുള്ള ജാതകത്തിലെ പ്രശ്നങ്ങളുടെ സമയത്ത് അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം എന്തെങ്കിലും ഒരു തെറ്റ് അവരുടെ ഭാഗത്ത് തെറ്റാണെങ്കിലും നിങ്ങൾ മിണ്ടണ്ട, കീപ് ക്വയറ്റ് എന്ന് പറഞ്ഞിട്ട് സമാധാനിച്ചോളൂ. അപ്പോൾ കുറച്ച് ഗുണം കിട്ടും. താങ്ക് യു സർ.